രാത്രി ഒന്ന് ഇരുട്ടി വെളുക്കാതിരുന്നെങ്കിൽ എന്ന് വാരാദ്യം ജോലിക്ക് പോകുന്ന കാര്യം ഓർത്തും അല്ലാതെയും എല്ലാം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ സൂര്യൻ അസ്തമിക്കാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള സാഹചര്യം വളരെ വിരളമായിരിക്കും. എങ്കിൽ ഇനി അങ്ങനെ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അത്തരത്തിലുള്ള ദിവസങ്ങളുടെ കാലമാണ് എടുത്തു പറഞ്ഞാൽ ഫിൻലൻഡുകാർക്ക്. 18-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും ലോകത്തിലെ എല്ലാ വൻകരകളിലെയും തദ്ദേശീയരെ അടിമകളാക്കി കോളനി സ്ഥാപിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യം പിന്നീട് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിന് കാരണം ഒരു വൻകരയിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ മറ്റേതെങ്കിലും ഒരു വൻകരയിൽ സൂര്യൻ ഉദിച്ചിട്ടുണ്ടാകും എന്നത് തന്നെയാണ്. എന്നാൽ ഫിൻലൻഡുകാർക്ക് അങ്ങനെയല്ല. അവർക്കിനി 2 മാസത്തേക്ക് സൂര്യൻ അസ്തമിക്കുകയേയില്ല എന്നുള്ളതാണ് സത്യം. അതായത് ആർട്ടിക് പ്രദേശത്തിന് സമീപ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇനി രാത്രി ഉണ്ടാവുകയില്ല എന്ന് തന്നെ. മിഡ് നൈറ്റ് സൺ എന്നറിയപ്പെടുന്ന ഈ രാത്രി പ്രതിഭാസം ഇതിനകം തന്നെ ഫിൻലൻഡുകാർക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ഓരോ വർഷവും ഫിൻലൻഡിന്റെ വടക്കൻ ഭാഗത്തെ വിദൂര പ്രദേശങ്ങളിലാണ് ഈ പ്രതിഭാസം ആരംഭിക്കുക. മെയ് 16 മുതൽ വടക്കൻ ലാപ്ലാൻഡിലെ ഉസ്ജോക്കിയയിലെയും മറ്റ് പട്ടണങ്ങളും സൂര്യപ്രകാശത്താൽ കുളിച്ചു നിൽക്കും. ഈ പ്രതിഭാസം 2.5 മാസത്തോളം നീളും. ഈ പ്രതിഭാസത്തിന് കാരണം സൂര്യനെ ഭ്രമണം ചെയ്യുന്ന ഭൂമിയുടെ അച്ചുതണ്ടിനുള്ള ചെറിയ ചരിവാണ്. അതായത് വേനൽക്കാലത്ത് ഉത്തര ധ്രുവം സൂര്യന്റെ നേർക്ക് ചെറുതായി ചെരിയുന്നു. ഇതിനെ തുടർന്ന് ആർട്ടിക് സർക്കിളിനുള്ളിലെ പ്രദേശങ്ങളിൽ രാവും പകലും സൂര്യപ്രകാശം ഏറ്റുകൊണ്ടേയിരിക്കുന്നു. ഫിൻലൻഡിന്റെ വടക്കേ അറ്റത്തുള്ള മുനിസിപ്പാലിറ്റിയായ ഉസ്ജോക്കിയാണ് ഈ പ്രതിഭാസത്തിന്റെ കേന്ദ്രം. മെയ് പകുതി മുതൽ ജൂലൈ അവസാനം വരെ ഉസ്ജോക്കിൽ സൂര്യാസ്തമനമോ രാത്രിയോ സൂര്യോദയമോ കാണാൻ കഴിയില്ല. പകരം 2.5 മാസത്തേക്ക് പകൽ മാത്രം. രാത്രികളില്ലാത്ത പകലുകളിലാണ് അടുത്ത 2 മാസത്തേക്ക് ഈ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളുടെ ജീവിതം. ഫിൻലൻഡിലെ ലാപ്ലാൻഡിന്റെ തെക്കു പടിഞ്ഞാറുള്ള കെമി മുതൽ ആർട്ടിക് സർക്കിളിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ തെക്ക് സ്ഥിതി ചെയ്യുന്ന വടക്ക് കിഴക്ക് കുസാമോ വരെ ഇത്തരത്തിൽ മിഡ് നൈറ്റ് സൂര്യന്റെ പ്രതിഭാസത്തിന് കീഴിലായിരിക്കും. അതേസമയം തെക്കൻ പ്രദേശത്ത് അർദ്ധരാത്രിയിൽ സൂര്യൻ അല്പം നേരത്തേക്കൊന്ന് മറയുമെങ്കിലും വടക്കൻ പ്രദേശത്ത് എപ്പോഴും ഉദിച്ചു തന്നെ നിൽക്കും. 2.5 മാസത്തോളം നീളുന്ന സൂര്യ വെളിച്ചം രാജ്യത്തിന്റെ ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാനുള്ള നീക്കത്തിലാണ് നിലവിൽ ഫിൻലൻഡ്. ഈ പ്രതിഭാസം അങ്ങ് ഫിൻലൻഡിൽ മാത്രമല്ല, മറിച്ച് സ്വീഡൻ, നോർവേ, റഷ്യ, കാനഡ, അലാസ്ക തുടങ്ങിയ ആർട്ടിക്കുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന മറ്റ് പ്രദേശങ്ങളിലും ദൃശ്യമാണ്. നോർവേയിലെ സ്വാൽബാർഡ് ദ്വീപ സമൂഹത്തിൽ ഏപ്രിൽ പകുതി മുതൽ ഓഗസ്റ്റ് അവസാനം വരെ രാത്രിയില്ലാത്ത രാത്രികളാണ്. റഷ്യയിലെ സൈബീരിയയുടെ വിദൂര പ്രദേശങ്ങളും അർദ്ധരാത്രിയിലും സൂര്യൻ ഉദിച്ചു നിൽക്കും. അതായത് ഇവർ ഇനി അർദ്ധരാത്രിയും കുടപിടിക്കുമെന്ന് തന്നെ സാരം.